സംസ്ഥാന സർക്കാരിനെതിരെ CPI ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്ന വിമർശനങ്ങളെ ശരിവെച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, CPI കൂടി CPM-നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഇപ്പോഴത്തെ രീതി ശരിയല്ല, ആ രീതിയിലൊരു മാറ്റം വരണം എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള ധാർഷ്ട്യപരമായ നിലപാടുകളിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു എന്ന് തന്നെ CPI ഉറച്ചു നിൽക്കുകയാണല്ലേ? തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയെ പറ്റി വലിയൊരു രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിനെതിരെ വലിയൊരു രീതിയിലുള്ള വിമർശനമാണ് നിലവിൽ വന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിനിധികളോട്, പ്രത്യേകിച്ച് ജനങ്ങളോട് ഇടപെടുന്ന രീതിയിൽ വലിയൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ഇത്തരത്തിലുള്ള പരാജയത്തിന് കാരണമായത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വിലക്കയറ്റവും പെൻഷൻ വിതരണവും ഒക്കെ ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല, അതിൽ വീഴ്ച സംഭവിച്ചു എന്നൊരു വിമർശനവും ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനക്ഷേമത്തിന് വേണ്ടിയല്ല സർക്കാർ പ്രവർത്തിച്ചത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കോഴിക്കോട് നടന്ന പരിപാടിയിലാണ് ബിനോയ് വിശ്വം പ്രത്യക്ഷമായി ഇത്തരത്തിൽ ഒരു പരാമർശം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചകളൊക്കെ തന്നെയും ഹല്ലേലൂയ പാടുവാനുള്ള ഒന്നല്ല, പ്രത്യേകിച്ച് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിൽ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അതിനൊക്കെ തന്നെയും പരിഹാരം കണ്ടെത്തണം എന്നൊരു കാര്യമാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനങ്ങളോട് ഇടപെടുമ്പോൾ കൂറും വിനയവും സഹിഷ്ണുതയും ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അത്തരത്തിലൊരു കത്തും അദ്ദേഹം അയച്ചിരുന്നു എന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും വലിയൊരു രീതിയിലുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാരിന് ഉപദേശവുമായി അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അച്യുതമേനോൻ സർക്കാരിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ബിനോയ് വിശ്വം ഇത്തരത്തിലുള്ള ഒരു ഉപദേശം സർക്കാരിന് നൽകിയത്. അത്തരത്തിൽ ജനങ്ങളോട് കൂറും വിനയവും ഒക്കെ പുലർത്തിയുള്ള സർക്കാർ സംവിധാനമായിരിക്കണം നടപ്പിലാക്കേണ്ടത് എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം പ്രത്യക്ഷത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, വ്യക്തമാക്കിയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രൂക്ഷമായ ഒരു പരാമർശം തന്നെയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും പിണറായി സർക്കാരിന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല തരത്തിലുള്ള ആവശ്യങ്ങളുമായി വരുന്ന ആളുകളോട് മുഖ്യമന്ത്രി ഇടപെടുന്ന രീതി ശരിയല്ലെന്ന രീതിയിൽ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. ദേവിക, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല കേന്ദ്രങ്ങളിൽ നിന്നും ജില്ലാ ഘടകങ്ങളിലടക്കമുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ, അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന്റെ പെരുമാറ്റ രീതിയും അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ വലിയൊരു രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിനിടയാക്കിയത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെയും എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദേവിക, ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചു.